ഹലോ, എല്ലാവർക്കും സിംപ്ലി ഹോമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗീതു. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അത് കാരണം തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ആ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക ഫോർ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാനൊരു ഈവനിങ് പേഴ്സൺ ആണ്, മോർ ദാൻ എ മോർണിംഗ് പേഴ്സൺ. എനിക്ക് മോർണിംഗ് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം എന്തായാലും വേണം ടു പുൾ മൈ സെൽഫ് ടുഗെദർ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ് വിത്ത് എ കപ്പ് ഓഫ് വാം വാട്ടർ. അതെനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കപ്പ് ഓഫ് വാട്ടർ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് ദാറ്റ്. ഞാൻ ലൈം ജ്യൂസും ഒന്നും അതിൽ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാറില്ല. ജസ്റ്റ് പ്ലെയിൻ വാം വാട്ടറാണ്. ഈ വെള്ളം കുടിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കും. ഞാൻ എൻ്റെ മീൽ പ്ലാനിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഡിന്നർ മീൽ തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുക. അപ്പോൾ തലേദിവസത്തെ ഡിന്നറിന് ചപ്പാത്തിയും പനീർ കറിയായിരുന്നു. സോ ഞാൻ അത് തന്നെ ഒന്ന് ചൂടാക്കിയിട്ടാണ് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കും. അപ്പോൾ വൺസ് ഹസ്ബൻഡ് റെഡിയായി ഓഫീസിലത്തേക്ക് പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെ ജോലി സ്റ്റാർട്ടാവുക. ഞാൻ എൻ്റെ ഞാൻ ബ്രഷ് ചെയ്യുന്നതും ഫ്രഷ് ആവുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ അതിന് ശേഷമാണ്. മോനിപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ മോനെ ഉണർത്താതെ ഞങ്ങളുടെ മാസ്റ്റർ ബാത്റൂമിൽ ചെന്നിട്ട് പേസ്റ്റ് ബ്രഷും എടുത്തിട്ട് പുറത്ത് വരികയാണ് എൻ്റെ രാവിലത്തെ ഏറ്റവും വലിയ ടാസ്ക്. കാരണം അവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്ലാൻ കംപ്ലീറ്റ് പോവും. ഇന്നെന്തായാലും ഷൂട്ടും ചെയ്യുന്നതുകൊണ്ട് ഐ തോട്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും ഈ റെസിപ്പി. ഇത് റാഗി ദോശയാണ്. റാഗി ദോശ അല്ലെങ്കിൽ റാഗി പാൻ കേക്ക് എന്ന് പറയും. എൻ്റെ റെസിപ്പി സിമ്പിളാണ്. റാഗി ഒരു 4 to 5 ടേബിൾ സ്പൂൺ റാഗി, ഒരു മുട്ട, ഒരു 4 to 5 ടേബിൾ സ്പൂൺ പാല്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വനില എസൻസ്, കുറച്ച് ഫ്ലാക്സ് സീഡ് പൊടിച്ചത്. ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് മാതിരി ഒരു മാവിൻ്റെ ഒരു ദോശമാവിൻ്റെ പരുവത്തിന് വേണമെങ്കിൽ പറയാം, അത്രയും ആക്കുക. എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ, നമ്മുടെ സാധാരണ ബേക്കിംഗ് സോഡ ഇടുക. എന്നിട്ട് ഫുള്ളി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒഴിച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിനെ മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ കേക്ക് ആയിട്ടുണ്ട്. റാഗി പാൻ കേക്കിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ റാഗി നമുക്കറിയാമല്ലോ, റിച്ച് ഇൻ അയൺ ആണ്, റിച്ച് ഇൻ ഫൈബറാണ്. ഇതിൻ്റെ പുറത്തോട്ട് ഞാനിപ്പോൾ ടോപ്പിംഗ് ആയിട്ട് ഇടുന്നത് ഹണിയാണ്. നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പാൻ കേക്ക് കിട്ടുമ്പോൾ മേപ്പിൾ സിറപ്പാണ് ഉണ്ടാവുക. ഹണി ഈസ് എ ഹെൽത്തിയർ ചോയ്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബ് കാണുന്നതും എൻ്റെ 1-2 ഫേവറേറ്റ് ഷോസ് ഉണ്ട്, അതൊക്കെ ഓൺലൈൻ സ്ട്രീം ചെയ്യുന്നതും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഞാൻ ഫിഷ് കറിയാണ് വെക്കാൻ പോകുന്നത്. മീൻ മുളകിട്ട കറിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 പാർട്ടീഷൻസ് ആയിട്ട് ഞാൻ ഫിഷ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 2 ദിവസം എടുക്കാൻ കണക്കാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ ഞാനിപ്പോൾ ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം, ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് മീ സീ ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട് ഫോർ മീ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫീഡ്ബാക്കും എങ്ങനെയാണ് ഞാനിത് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നും ഇൻ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മാധവ് എണീറ്റ് വന്നിട്ടുണ്ട്. മാധവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, മാധവ് മനസ്സ് വിഷമിച്ച് കരയുന്നത് ഈ ലോകത്തിൽ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. എന്താ അറിയോ? ഇതാണ് പാല്. രാവിലെയും രാത്രിയും അവന് രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ അവന് പാല് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് കരയുന്നത്. അപ്പോൾ ഞാൻ അവൻ ഉണർന്നതിന് മുന്നേ തന്നെ പാലൊക്കെ കാച്ചി അവൻ്റെ ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെച്ചേക്കും, ഉണർന്നു കഴിഞ്ഞിട്ട് ഉടനെ കൊടുക്കാനായിട്ട്. അതിന് പാല് കുടിക്കുന്ന രീതിയാണെങ്കിലും അവൻ്റേതായിട്ടുള്ള രീതിയുണ്ട് കുടിക്കാനായിട്ട്. അവൻ്റേതായിട്ടുള്ള കംഫർട്ട് സോണിലുണ്ട്. കിടന്നേ കുടിക്കുള്ളൂ, ഇരുന്ന് കുടിക്കത്തില്ല. എനിക്ക് കുഞ്ഞിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു കിടന്ന് കുടിച്ചിട്ട് പ്രശ്നമാവോ എന്ന്. പക്ഷെ ഹീസ് മാനേജിങ് ഇറ്റ്. അവനത് പ്രശ്നമല്ല. അവന് കിടന്ന് കുടിക്കാനാണ് ഇഷ്ടവും ഇങ്ങനെ കിടന്ന് കുടിക്കുന്നത്. ഇതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ മാധവ് പാല് കുടിക്കുന്ന സമയത്താണ് ഞാൻ ഒന്ന് ഫ്രഷ് ആവുന്നത്, തലമുടിയൊക്കെ ചെയ്തിട്ട്. ഇന്നലെ രാത്രി കിടന്ന അതുപാടെയാണ് ഇത്രയും നേരം ഇരുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ തലമുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി ഒന്ന് ഗ്രൂംഡായി ഒന്ന് റെഡിയായിട്ട് ഇറങ്ങും.
നെക്സ്റ്റ് ജോലി എന്ന് വെച്ചാൽ ബ്ലാങ്കറ്റും പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മടക്കി വയ്ക്കുക, ഇതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കുക, ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബെഡ്റൂമിലെ ജോലി പകുതി തീർന്നതായിട്ട് നമുക്ക് തോന്നും. പകുതിയല്ല, പകുതി മുക്കാലും തീർന്നതായിട്ട് തോന്നും. ഇങ്ങനെ കിടക്കുന്ന ഒതുക്കി കിടക്കുന്ന ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി ചെന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാൻ പോവാണ്, ഒരു ജിഞ്ചർ മസാല ടീ. ഇതിലുള്ള മസാലാസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ജിഞ്ചറാണ്. ജിഞ്ചർ അറിയാമല്ലോ, റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. അതുപോലെ അത് നമ്മുടെ സ്ട്രെസ്സും ബ്ലോട്ടിങ്ങും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ജിഞ്ചറിന്. ഞാൻ യൂസ് ചെയ്യുന്ന ടീ എന്ന് പറയുന്നത് ഇലത്തേയില കേട്ടോ, ഡസ്റ്റ് ടീ അല്ല, ലീഫ് ടീ ഉണ്ടല്ലോ, അതാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മസാല എന്ന് പറയുന്നത് സിനമൺ ആണ്, അതായത് പട്ട. സിനമൺ എന്ന് പറയുന്നത് അഗൈൻ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. പിന്നെന്താ, നമ്മുടെ ബാഡ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഹൈ ബ്ലഡ് പ്രഷർ, ഷുഗർ, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് സിനമണ്. ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഏലക്കാപ്പൊടി ഇടും. ഇനി ഇതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇച്ചിരി എരിവുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, പെപ്പർ പൗഡറാണ്. ഈ ഒരു ചായ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻറ്റ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ചായയിൽ ഇച്ചിരി എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പെപ്പർ പൗഡർ ഇടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇത് ഇലത്തേയില ആയതുകൊണ്ട് തന്നെ തേയില ഒക്കെ ഇച്ചിരി വേവണം, ഇച്ചിരി ഒന്ന് കുക്കാവണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം റെഡ്യൂസ് ചെയ്തിട്ട് കുക്കാവാനായിട്ട് വെക്കുകയാണ്. ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ വെർഷൻ ഓഫ് പാൽക്കോവയാണ് കേട്ടോ. ഞാനധികം ഇച്ചിരി ഡയറ്റ് പാൽക്കോവയാണ്, ഗീ ഒന്നും ചേർക്കാത്ത, ജസ്റ്റ് ഷുഗറും പാല് പിരിഞ്ഞതും കേർഡിൽഡ് ആയിട്ടുള്ള മിൽക്ക് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചായ റെഡിയായി. ഞാനിനി ഈ ചായയും കുടിച്ചിട്ട് മാധവന് ഫുഡും കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കാനുള്ള അംഗം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ മെനുവിൽ മീൻ മുളകിട്ടതുണ്ട്, പിന്നെ എരിശ്ശേരി ഉണ്ട്, പിന്നെ തോരനുണ്ട്, പിന്നെ പപ്പടം ഓൾറെഡി ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മെനു. അപ്പോൾ ഞാൻ റെസിപ്പിയുടെ ഡീറ്റെയിൽഡായിട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ആദ്യം ഞാൻ പച്ചമുളക്, കറിവേപ്പില, ജിഞ്ചർ, ഗാർലിക് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാണ് വഴറ്റുക, സെപ്പറേറ്റ് ആയിട്ട് വഴറ്റാറില്ല. ഇതൊക്കെ ഒരുമിച്ചിട്ട് വഴറ്റി എൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുള്ളിയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളിയും കൂടി തട്ടി നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ ഈ കുഞ്ഞുള്ളി വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ കുടംപുളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ കുടംപുളി എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ വീട്ടിൽ തന്നെ വാങ്ങി ഫുൾ പുളിയായിട്ട് വാങ്ങി അതിൻ്റെ ഇതളൊക്കെ വിടർത്തിയെടുത്ത് ഉണക്കിയെടുത്ത പുളിയാണ്. സോ വളരെ കുറച്ച് പുളിയുടെ ആവശ്യമുള്ളൂ, നല്ല പുളി കിട്ടും മീൻ കറിക്ക്. അപ്പോൾ അത് സോക്ക് ചെയ്യാൻ വെച്ചു. ഇനി അടുത്ത മസാല പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത വറ്റൽ മുളക് പൊടിയും സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി കുറച്ചും കാശ്മീരി മുളക് പൊടി കൂടുതലാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഉലുവ പൊടിയായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുക. ഉലുവാപ്പൊടിക്ക് അത് മൊത്തമായിട്ട് അടക്കുന്ന ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് മാതിരി ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടിയിൽ നല്ല ചൂടുണ്ട്. തീ കുറച്ച് വെച്ചാലും മൺചട്ടിയിലെ ചൂട് മാറില്ല. മൺചട്ടി ആയതുകൊണ്ട് അതിൽ ആ ചൂട് മെയിൻറ്റെയിൻ ആയിട്ടിരിക്കും. അപ്പോൾ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകത്തില്ല.
അപ്പോൾ അതിൽ ഈ പൊടികളുടെ പച്ചമണവും പച്ചക്കുത്തുമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. തിളപ്പിക്കുന്നതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കുടംപുളി, നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, അതും കൂടി തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കുക. ഇതൊന്ന് തിളക്കട്ടെ. ആ കൂട്ട് അവിടെ നിന്ന് തിളക്കട്ടെ. അത് തിളയ്ക്കുന്ന സമയത്ത് സിങ്കിൽ രാവിലെ മുതൽക്കുള്ള പാത്രങ്ങളുണ്ട്, ഞാനത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ മീനിൻ്റെ ഐസ് മാറാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസ് ഒരുവിധം അല്ല, ഫുള്ള് മാറിയിട്ടുണ്ട്. എനിക്ക് ആ മീൻ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാനത് വാങ്ങിക്കൊണ്ട് വന്ന സമയം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ എനിക്കത് ഡയറക്റ്റ്ലി ഇനി കറിയിൽ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ മുളകിട്ട കൂട്ട് നന്നായിട്ട് തിളച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം. അടുത്തത് എനിക്ക് എരിശ്ശേരിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മത്തൻ ഒക്കെ കട്ട് ചെയ്ത് ക്യൂബ്സായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ ഷൂട്ടുള്ളത് കാരണം തന്നെ ഞാൻ ബിസി ആയിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. സോ ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെറുപയറൊക്കെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞാൻ ഇനി നന്നായിട്ട് ഇതിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോവാണ്. എനിക്ക് ഇടയ്ക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ 1-2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഇത് ഡയറക്റ്റ്ലി എൻ റിസൾട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് മീനും തിളച്ചു. അപ്പോൾ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. സോ ചോറും ആയിക്കൊണ്ടിരിക്കുകയാണ്. മോൻ കംപ്ലീറ്റ്ലി ബോർഡായിട്ടുണ്ട്, എന്നെ കളിക്കാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം, ഞാൻ അവനോട് കളിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. നമ്മൾ സ്ത്രീകളൊക്കെ മിക്കവാറും വീട്ടുജോലിയുടെ ഇടയിൽ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, വെള്ളം കുടിക്കാനായിട്ട്. ഒരിക്കലും മറക്കരുത്. നമ്മുടെ ബോഡിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമുക്ക് ലേഡീസിന് ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടുജോലിയുടെ ഇടയിൽ ഒരു ഗ്ലാസ്സിൽ എടുത്ത് മെഷർ ചെയ്ത് തന്നെ വെള്ളം കുടിക്കണം കേട്ടോ, മറക്കരുതേ. ഞാൻ ഹാളിലെത്തുമ്പോഴത്തേനും ഹാൾ ഒരു യുദ്ധക്കളമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഹാൾ യുദ്ധക്കളം തന്നെയാണ്. എപ്പോഴും അവൻ്റെ ടോയ്സൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് കിടക്കുക. ഞാൻ ഇൻ കേസ് എടുത്ത് ഒതുക്കി വെച്ചാലും നെക്സ്റ്റ് സെക്കൻഡ് അവനിതെല്ലാം എടുത്ത് പുറത്തിടും. കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ, ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ വേണം കുട്ടികൾ. അപ്പോൾ ഞാനവനെ വഴക്ക് പറയാറൊന്നുമില്ല. അതിന് നോ പ്രോബ്ലം, അവൻ അങ്ങനെ തന്നെ ചെയ്തോട്ടെ. എവിടെയോ ഞാനൊരു ഫോർവേഡ് മെസ്സേജ് വായിച്ചാണ്. ഇപ്പോൾ ഒതുങ്ങി കിടക്കുന്ന വീട്, അലമാര ഇരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഒരു മറന്നുപോയ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു ചൈൽഡ്ഹുഡിൻ്റെ മെമ്മറിയാണല്ലേ. അപ്പോൾ കുട്ടികൾ കളിക്കട്ടെ, എല്ലാം വൃത്തികേടാക്കിയിട്ടെ. വീട് എപ്പോഴും ഒതുക്കിയിട്ടിട്ട് എന്ത് കിട്ടാനാണ്? കുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ അവർക്കും അതൊരു സന്തോഷം, കാണുന്ന നമുക്കും സന്തോഷം. അപ്പോൾ അവർ കളിക്കട്ടെ. ഞാനും കുറച്ചു നേരം കളിക്കാൻ പോവാണ് മാധവൻ്റെ കൂടെ. അതിനുശേഷം അടുത്ത കിച്ചൺ യുദ്ധത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വിഭവം എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരറ്റും ബീൻസും തോരനാണ്. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ആട്ടോ ഇത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ്. അപ്പോൾ ഞാൻ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തതിൽ കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ബീൻസും ഇന്ന് ചോപ്പ് ചെയ്ത് വെക്കാൻ പോകുന്ന ക്യാരറ്റും തന്നെയാണ് അതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പണി സിമ്പിളായില്ലേ. അപ്പോൾ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറിനെ ഊറ്റിക്കളയാനായിട്ട്, അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ചോപ്പർ ഞാൻ ഇതിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ മീൽ പ്രിപ്പറേഷൻ വീഡിയോയിൽ. എനിക്ക് വലിയൊരു ഹെൽപ്പാണ് ഈ ചോപ്പർ. ഒത്തിരി പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എനിക്കെല്ലാം ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിലാണ് ഞാൻ ക്യാരറ്റും ചോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റിൽ നിന്ന് ഞാൻ അഗെയിൻ ഉപ്മാവിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചു.
ഇനി ഞാൻ തോരൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി എല്ലാം ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ മോസ്റ്റ്ലി ഹസ്ബൻഡ് വരും. ഹസ്ബൻഡ് വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഹസ്ബൻഡ് ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ മാധവന് ലഞ്ച് കൊടുക്കാം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ എല്ലാ വിഭവങ്ങളും പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് മെന്യൂ. ഇപ്പോൾ അധികം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കിച്ചണിൽ ആക്ച്വലി കുറച്ചുകൂടി പ്രകാശമുണ്ട്. ഞാൻ കിച്ചണിൽ എൻ്റെ പ്ലേറ്റിലുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എരിശ്ശേരി, മീൻ കറി, ഒരു ഓംലെറ്റ്. ആക്ച്വലി ഹസ്ബൻഡ് വന്നതിന് ശേഷം ഈ കറികളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്കൊരു ഓംലെറ്റ് കൂടെ കഴിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വേഗം പ്രിപ്പയർ ചെയ്താണ്. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് മെന്യൂ. ഞാനപ്പോൾ ഓടിപ്പോയി ലഞ്ച് കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരം കഴിക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ മധുരമാണ് പൈനാപ്പിൾ. ഞങ്ങൾ യൂഷ്വലി ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ ട്രൈ ചെയ്യാറുണ്ട് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ടാണ് പൈനാപ്പിൾ. അപ്പോൾ ഒക്കെ കഴിഞ്ഞു. എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഏകദേശം ഫിനിഷ് ആവാറായി. ഈ പ്ലേറ്റ്സൊക്കെ കഴുകി വെച്ച് ഇനി ക്ലീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി. അപ്പോൾ പ്ലേറ്റ്സൊക്കെ കഴുകി വെച്ചു. കുക്കിംഗ് റേഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ മോർണിംഗ് റൂട്ടീൻ കഴിഞ്ഞു. നമ്മൾ എല്ലാ ദിവസവും ഉച്ച വരെയുള്ള കുക്കിംഗ് കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റവോ കുക്കിംഗ് റേഞ്ചോ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് വളരെ കുറച്ച് മാസത്തിൽ 1-2 തവണ മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഞാൻ കിച്ചൺ അടച്ചു. ഇനി ഞാൻ കിച്ചൺ അടയ്ക്കുന്ന സമയത്ത് മാധവനെ ഹസ്ബൻഡ് ഒന്ന് കുളിപ്പിച്ചെടുത്തു കേട്ടോ. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഹസ്ബൻഡ്. അപ്പോൾ എൻ്റെ മോർണിംഗ് റുട്ടീൻ കഴിഞ്ഞു. ഇനി ഞങ്ങളെല്ലാവരും ഒരു ചെറിയ ഉറക്കത്തിനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ എന്തായിരുന്നു, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതൊക്കെ എന്തായിരുന്നു എന്നുള്ളത് എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ടാഗും ഞാനിവിടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അവിടെയും ഞാൻ ടിപ്സും ട്രിക്സും ഹാക്സും ഒക്കെ പോസ്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടാറ്റാ.